എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഇതേപോലെ ചിന്തിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. നീ ആ 4 സെന്റ് കോളനിയിലുള്ളതല്ലേ? നിന്നോട് ആരാടാ ഇവിടെ പണിക്ക് വരാൻ പറഞ്ഞത്? വിഷ്ണു ചേട്ടൻ പറഞ്ഞിട്ട് വന്ന ഇവന്മാരെ കൊണ്ട്. എടാ വിഷ്ണു, നീയാണ് ഇവനെ പണിക്ക് വിളിച്ചത്? ഞാൻ വിളിച്ചിട്ട് വന്നാ. നിന്നോട് ആരാടാ കണപ്പേലേമാരെയും കണക്കന്മാരെയും ഇങ്ങോട്ടേക്ക് പണിക്ക് വിളിക്കാൻ പറഞ്ഞത്? സമയത്തൊരു വേദന ഉണ്ടല്ലോ ചേച്ചി. പണിക്കന്നെ പിള്ളേരുടെ ജാതിയൊക്കെ എങ്ങനെ നമ്മൾ നോക്കണേ? ഇത് ഒന്നാം തരം നായർ തറവാടാണ്. ഇവിടെ ജാതി നോക്കണം. ചേച്ചി ജാതിയൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പണിക്കാരെ കിട്ടൂല. അതും പറഞ്ഞ് ചെളി കണക്കന്മാരെ കിട്ടുവോളാ നിനക്ക് ഇങ്ങോട്ട് പറഞ്ഞൂടെ? ഇവന്മാരെയൊക്കെ ഇവിടുത്തെ പഠിക്കാത്തോലും ഞങ്ങൾ കേട്ടാറില്ല. അറിയോ നിനക്ക്? ഒരു വിങ്ങൽ നമുക്കും അനുഭവിക്കാൻ പറ്റിയല്ലേ. ഇവിടെ കയറി പണിയെടുക്കാൻ യോഗ്യത ഉള്ളവരെ കൊണ്ട് നീ പണിയെടുപ്പിച്ചാ മതി. കേട്ടല്ല? സോറി, നീ ഒന്നും മനസ്സിലാക്കില്ലേട്ടാ. പെണ്ണുപിള്ളിക്ക് പ്രാന്താ. സാരൂലേട്ടാ, ഇതെനിക്ക് ശീലമാണ്. അത് വിട്ടേരടാ. ജനിച്ചപ്പോ തുടങ്ങി മാറ്റിയെടുത്താൻ തുടങ്ങിയ ജാതിരവിലും പറഞ്ഞു. ഈ 2026 ഒന്നും മാറിയിട്ടില്ല. പോട്ടേട്ടാ, കുഴപ്പമില്ല. അടുത്ത പണിക്ക് വിളിക്ക്. ഇക്കാലത്ത് ഈ ജാതി ഒന്നും നോക്കാറില്ലടാ. നമ്മുടെ ഈ വേടനെ പോലുള്ള ആൾക്കാരിൽ ഇതൊക്കെ ഉണ്ടാക്കണേ. ഇപ്പോഴതൊക്കെ ഇല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ആദ്യം നിർത്തേണ്ടത് റിസർവേഷൻ ആണ്. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. പുറമെ കാണുന്ന ജാതി ഇല്ലെന്നുള്ളൂ, പക്ഷെ ഇപ്പോഴും എല്ലാവരുടെ ഉള്ളിലും ജാതി. ഒരു യാഥാർത്ഥ്യമാണ്